ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗിപ്പൊടി കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് റാഗിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 സ്പൂണ് ഗോതമ്പിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് ചിരകിയ തേങ്ങയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു കുറച്ച് ശർക്കര കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ റാഗിയുടെ ചുവയൊക്കെ മാറി ചെറിയൊരു മധുരം, അതിനുവേണ്ടി ഒരു ഇച്ചിരി ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മളിപ്പോൾ കോഴിക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന ആ പരുവത്തിൽ ഇതുപോലെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് കൈയൊന്ന് വെള്ളത്തിൽ നനച്ചിട്ട് ഇതൊന്ന് ചൂടാറിക്കഴിയുമ്പം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് ഒരു വട അല്ലെങ്കിൽ ഡോനറ്റിൻ്റെ ഒക്കെ ഷേപ്പിലാക്കി എടുക്കാം നമുക്ക്. ഇത് കണ്ടോ, ഇതുപോലെ നമ്മുടെ ഈ മാവെല്ലാം ഇതുപോലെ ഈ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് ചിരകിയ തേങ്ങ എടുക്കാം. തേങ്ങ എടുത്തിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന പലഹാരം ഈ തേങ്ങയിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എല്ലായിടത്തും ഈ തേങ്ങ തരി പറ്റുന്ന പോലെ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്ത് മാറ്റി വെക്കാം. എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു സ്റ്റീമറോ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രമോ ചൂടാകാൻ വെച്ചിട്ട് അതിൽ ഒരു വാഴയിലയും കൂടെ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ച ആ പലഹാരം അതിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്താൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ പലഹാരം റെഡിയായി. വളരെ ഹെൽത്തിയാണ്. കറിയൊന്നും വേണ്ട, വെറുതെ ഇങ്ങനെ കഴിക്കാം. വേണമെങ്കിൽ ഇച്ചിരി നെയ്യ് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.